ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ തൈകളൊക്കെ വരാത്ത പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കട്ടോ. ഞാൻ ഇതേപോലെ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു സിയാം ഡയമണ്ട് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തരം പ്ലാന്റുകളിലൊക്കെ തൈകൾ വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു വർഷം വരെ നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് തൈകൾ വരാനായിട്ട്. അപ്പോൾ നമ്മൾ അത്രയൊന്നും കാത്തു വെക്കണ്ട, ധൈര്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ചിരിച്ച് വേണം കട്ട് ചെയ്യാൻ. ആ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ നനക്കുമ്പോഴൊക്കെ വെള്ളം നിൽക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ എത്ര പ്ലാന്റുകളാണ് വരുന്നത് നോക്ക്. 1 2 3 ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ആ ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം. പുതിയ തൈകൾ ഇതാ 3 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാൻ മടിച്ച് നിൽക്കൊന്നും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഈ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഫംഗസൈഡ് പരട്ടി കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഴയും വെയിലൊന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് വേണം അത് വെച്ച് പിന്നെ വേര് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വേര് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വളമൊക്കെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുമ്പായിട്ട് വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണിലും മാത്രം വേണം ആ പ്ലാന്റ് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചതായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ അതിൽ നിറയെ തൈകൾ വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചാൽ മെച്ചുറായ പ്ലാന്റ് ആണെങ്കിൽ അതിൽ വേഗം തൈകൾ വരും കേട്ടോ. ഇത് അതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചൊരു പ്ലാന്റാണ്, അതിലും ഇതാ തൈകൾ നിറയെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെക്കുന്നത് തൈകൾ വരാത്ത പ്ലാന്റുകളാണെങ്കിൽ ഈ റെഡ് വെറൈറ്റിയിലൊക്കെ പിങ്ക് ഒക്കെ തൈകൾ വരാൻ പ്രയാസമാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, അപ്പോൾ വേഗം തൈകളൊക്കെ വന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ മറ്റൊരു പ്ലാന്റും കൂടെ കാണിക്കാം. ഇത് ഞാൻ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടോപ്പ് കട്ട് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ്, ഇതിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലും തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൽ നിന്ന് ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ ഇതേപോലെ പിന്നെ തണ്ട് കൂടുതൽ ഹൈറ്റിലുള്ളതാണെങ്കിൽ അതും കൂടെ നമുക്ക് പീസാക്കി തൈകളാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തൈകൾ വരുന്ന മദർ പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റിയാൽ ഈ തൈകളൊക്കെ പെട്ടെന്ന് വളർന്ന് കിട്ടും കേട്ടോ. അതും നമുക്ക് തൈകൾ പെട്ടെന്ന് വളർന്ന് കിട്ടാനുള്ള ഒരു ഐഡിയയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച അഗ്ലോണിമ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും ഞാൻ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. തൈകൾ ഇതാ പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല മെച്ചുറായ പ്ലാന്റ് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ പ്ലാന്റുകളൊന്നും കട്ട് ചെയ്ത് കൊടുക്കരുത്, അതൊക്കെ നാശമായി പോകാനാണ് ചാൻസ് ഉള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയ മറ്റൊരു പ്ലാന്റാണിത്. ഇതൊരു 10 കാരറ്റാണ്. കണ്ടോ, ഇതിൽ നിറയെ തൈകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.